ഓൺലൈൻ പേയ്മെന്റ് രംഗത്തുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനും വേണ്ടി RBI പരിചയപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമ്മൾ സാധാരണയായി ഏതെങ്കിലും ബാങ്കിംഗ് ആപ്പ് വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ ആയിരിക്കും ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നത്. നമ്മൾ അവിടെ പിൻ നമ്പർ ഉപയോഗിക്കുന്നു. ഇനി മുതൽ പേയ്മെന്റ് നടത്തുമ്പോൾ ബയോമെട്രിക് ഓതന്റിക്കേഷൻ കൂടി വേണ്ടിവരും. അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റോ ഫേസ് ഐഡിയോ ഉപയോഗിക്കേണ്ടി വരും നമുക്ക് പേയ്മെന്റ് നടത്തുവാനായി. നമ്മുടെ ബാങ്കിംഗ് ടൈം ലോക്ക് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു മാറ്റം. അതായത് നമുക്ക് കൺവീനിയൻ്റ് അല്ലാത്ത സമയം നമുക്ക് ബാങ്കിംഗ് ടൈം ലോക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ബാങ്കിംഗ് ആപ്പ് വഴി പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ മെസ്സേജ് ബോക്സിലേക്കാണ് മെസ്സേജുകൾ വരുന്നത്. ഇനി മുതൽ ഇൻ ആപ്പ് വഴി ആയിരിക്കും മെസ്സേജുകൾ വരുന്നത്. ഇനിയുമുണ്ട് മാറ്റങ്ങൾ. പേയ്മെന്റ് നടത്തുമ്പോഴുള്ള ബിഹേവിയറൽ പാറ്റേൺ അനുസരിച്ച് ബാങ്ക് നമുക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് സാധാരണയായി നമ്മൾ വലതു കൈയോ ഇടത് കൈയോ തള്ളവിരലോ ഉപയോഗിച്ചായിരിക്കും പേയ്മെന്റ് നടത്തുന്നത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ രണ്ടാമതൊരു വട്ടം കൂടി അനുമതി ചോദിച്ച് ബാങ്ക് പേയ്മെന്റ് നടത്തുകയുള്ളൂ. ഓൺലൈൻ പേയ്മെന്റ് രംഗത്തുള്ള ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് RBI ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്.